പൊയ്യാറമഠം ഓം ശ്രീ വിഷ്ണുമായേ നമഃ. ഞാൻ ഷെറിൻ പൊയ്യാറ് ശ്രീ വിഷ്ണുമായ മഠം. നമ്മളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും വേഗത്തിൽ തന്നെ നടക്കണം. വേഗത്തിൽ നടന്നിട്ടില്ലെങ്കിൽ ഒരു കാര്യങ്ങളും നടക്കാറില്ല. നമ്മളെപ്പോഴും ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യമാണ്, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു മാറ്റം ഉണ്ടായിട്ടുള്ളത് പെട്ടെന്ന് എടുത്ത തീരുമാനങ്ങളും പെട്ടെന്ന് തന്നെ നമ്മൾ ഒരു കാര്യം നടത്തിയെടുക്കണം എന്ന് വിചാരിച്ച് ഇറങ്ങിത്തിരിക്കുമ്പോഴേക്കാണ് ആ കാര്യങ്ങൾ നടന്നിട്ടുള്ളൂ. ഒരുപാട് ചിന്തിച്ച് പ്ലാൻ ചെയ്ത് എന്തെങ്കിലും കാര്യം നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും അത് നടക്കാതെ പോവുകയാണ് ചെയ്യാറ്. അതിന്റെ കാരണം നമ്മൾ ഇമീഡിയറ്റ് ആയിട്ട് ഒരു ആക്ഷൻ എപ്പോഴാണോ ചെയ്യുന്നത് അപ്പോൾ മാത്രമേ അതിന്റെ റിയാക്ഷൻ ഉണ്ടാവുള്ളൂ. നമ്മൾ ഇന്ന ദിവസം ആക്ഷൻ എടുക്കാം എന്ന് വിചാരിച്ചാൽ അന്നത്തെ ദിവസം ആക്ഷൻ എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള പല പ്രശ്നങ്ങളും നമുക്ക് സംഭവിക്കും. ഈ ന്യൂട്ടന്റെ ലോ അറിയുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഏതൊരു പ്രവൃത്തിക്കും അതിന് ഈക്വലായിട്ടും ഓപ്പോസിറ്റുമായിട്ടുള്ള ഒരു റിയാക്ഷൻ ഉണ്ടാവുന്നു. അപ്പോ അതിന്റെ അർത്ഥം നമ്മൾ കൃത്യമായിട്ട് ഒരു പൂജാ പ്രോസസ്സോ അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു ജിമ്മിന് പോകുന്ന ഒരു പ്രോസസ്സോ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം അത് കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന അതിന് ഈക്വലായിട്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിയാക്ഷൻ വരണ്ടേ? അങ്ങനെയെങ്കിൽ നമ്മളുടെ കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് നടക്കും. പക്ഷെ ഈ ഒരു കാര്യം മാത്രം എല്ലാവരും മറന്നുപോയിട്ടാണ് കാര്യങ്ങൾ ചെയ്യണേ. എല്ലാവരും ചാത്തന്റെ അമ്പലങ്ങളിൽ പോവാറുണ്ട്, പ്രത്യേകിച്ച് അവണങ്ങാട് പോവാത്തവരായിട്ടുള്ള ആൾക്കാരുണ്ടാവില്ല. അതുപോലെ കാനാടിയും ദേവസ്ഥാനവും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് അമ്പലങ്ങളുണ്ട്, അവിടെ എല്ലാവരും പോവാറുണ്ട്. പോയിട്ട് പറയും കുറെ കാര്യങ്ങൾ നടന്നു, കുറെ കാര്യങ്ങൾ നടന്നിട്ടില്ല എന്ന് പറയാറുണ്ട്. അത് ചാത്തന്റെ പ്രശ്നമല്ല. നമ്മൾ ജീവിതത്തിൽ 10 വർഷം 15 വർഷം 20 വർഷമൊക്കെ അനുഭവിക്കുന്ന കാര്യങ്ങൾ ലോകത്തുള്ള എല്ലാവരുടെയും പോയിട്ട് എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് നടക്കാണ്ടാവുമ്പോഴാണ് അവസാനം ചാത്തന്റെ അടുത്തേക്ക് വരുന്നത്. എന്നിട്ട് ഒരാഴ്ച കൊണ്ട് ചാത്തനോട് അത് ശരിയാക്കി തരാനായിട്ട് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് നമുക്കുള്ളത്. ഇത്രയും വർഷക്കാലം വേറൊരു സിസ്റ്റത്തിലൂടെ അല്ലെങ്കിൽ വേറൊരു ദൈവത്തിലൂടെ നിങ്ങൾക്ക് പോവാനുള്ള ക്ഷമയും നിങ്ങൾക്ക് പോവാനുള്ള പ്രവർത്തിക്കാനുള്ള ഒരു സമയം നിങ്ങൾ കണ്ടെത്തി, അതിനുവേണ്ടി എത്ര പൈസ ചെലവാക്കാനും നിങ്ങൾ തയ്യാറായി. പക്ഷെ വിഷ്ണുമായ ക്ഷേത്രങ്ങളിൽ പോയിട്ട് അവിടെ നടക്കുന്ന പൂജാ പ്രോസസ്സുകൾ അറ്റ്ലീസ്റ്റ് ഒരു 3 മാസമോ 6 മാസമോ റെഗുലർ ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ റിസൾട്ട് ഗ്യാരണ്ടി ആയി കിട്ടും. എന്തുകൊണ്ടെന്നാൽ അവിടെ നടക്കുന്ന ആക്ഷന് കൃത്യമായിട്ടുള്ള ഒരു റിയാക്ഷൻ ഉണ്ടാവും. ഈ കലിയുഗത്തിൽ എങ്ങനെ നമ്മൾ ജീവിതത്തിൽ വിജയിക്കണം, എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് നമുക്ക് പ്രശ്നങ്ങൾ വരാനറിയില്ല, ആ പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെ നോക്കിക്കാണണം, ആ പ്രശ്നങ്ങളെ എങ്ങനെ നേരിടണം എന്ന രീതിയിൽ അതിശക്തമായിട്ടുള്ള പൂജകൾ നടക്കുന്ന സ്ഥലമാണ് ഓരോ വിഷ്ണുമായ മഠവും. അപ്പൊ പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠത്തിൽ വന്നാൽ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുമെന്ന് ഞാൻ പറയാനുള്ള കാരണം, ഇവിടെ അതിശക്തമായ പൂജാ പ്രോസസ്സുകൾ ഇപ്പോൾ 90 ദിവസത്തെ പൂജാ പ്രോസസ്സ് നടക്കുമ്പോ അതിന്റെ ഭാഗമായിട്ടൊന്നും ഒരുപാട് പേര് വരുന്നുണ്ട്. അവർ ഓരോ പൂജകളും ഹോമങ്ങളും ഗുരുതി പൂജകളും എല്ലാം അറ്റൻഡ് ചെയ്ത് അവരുടെ മാനസികപരമായിട്ടുള്ള ശക്തി കൂടിയിട്ട് അവർ ഒരു ആക്ഷന് വേണ്ടി പോണത്. അവർ ലോൺ അപ്ലൈ ചെയ്ത് എടുക്കാനോ, ജോലിക്ക് ട്രൈ ചെയ്യാനോ, ബിസിനസ് ചെയ്യാനോ, ജീവിതത്തിലെ ഒരു റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവട്ടെ, ആഫ്റ്റർ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പൂജാ പ്രോസസ് അറ്റൻഡ് ചെയ്ത് അതിശക്തമായിട്ട് എനർജി കിട്ടിക്കൊണ്ടാണ് അവരത് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മളുടെ ശക്തി ചോർന്നിരിക്കുന്ന സമയത്ത്, നമ്മളുടെ ഭാഗ്യമില്ലാത്ത സമയത്ത്, നമ്മളുടെ ആരോഗ്യമില്ലാത്ത സമയത്ത് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വീക്കായിരിക്കും. അങ്ങനെ വീക്കായിട്ടുള്ള ഒരു ആക്ഷൻ നമ്മൾ ചെയ്യുമ്പോൾ വീക്കായിട്ടുള്ള ഒരു റിസൾട്ടേ നമുക്ക് കിട്ടുള്ളൂ. ശക്തമായിട്ടുള്ള ഒരു ആക്ഷൻ നമ്മൾ ചെയ്യുകയും ശക്തമായിട്ട് അതിന് പ്രിപ്പയർ ചെയ്യുകയും ചെയ്താൽ അതിശക്തമായിട്ടുള്ള ഒരു വിജയം നമ്മളിലേക്ക് എത്തും. വിഷ്ണുമായ സ്വാമിയെയും ചാത്തന്മാരെയും പ്രാർത്ഥിക്കുകയും പൂജകൾ ചെയ്യുകയും ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കുമെന്നുള്ളത് 1000% ഗ്യാരണ്ടിയാ. നമ്മൾ ഇത്രയധികം വർഷക്കാലം വേറൊരു കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ സമയം കളഞ്ഞു. ഇനിയുള്ള കുറച്ചു കാലം നമ്മൾ ഇത് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വിജയിക്കാൻ പറ്റും. അത് ചെയ്യണം. ചെയ്യാതെ ഞാൻ അവിടെ പോയിരുന്നു, ഇവിടെ പോയിരുന്നു, ആ പൂജകൾ ചെയ്തിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മൾ കൃത്യമായിട്ട് ഒരു ആക്ഷൻ ചെയ്തിട്ടുണ്ടോ, പണം കൊടുക്കുകയല്ല ഞാൻ പറയുന്നത്, നമ്മൾ അവിടെ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടോ, ആ പ്രവൃത്തിക്ക് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടായിരിക്കും. അത് നിങ്ങളുടെ വിജയത്തിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ ആ വിജയത്തിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അങ്ങനെ വിജയിക്കുന്ന ഓരോരുത്തരും ഉണ്ടാവട്ടെ. പൊയ്യാറ് വിഷ്ണുമായ മഠത്തിൽ വരുന്ന എല്ലാ ഭക്തർക്കും വലിയൊരു വിജയം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു.